പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കപ്പെടുന്ന സർവേ ഫലങ്ങൾ. പ്രവചന രീതിയിൽ ഉള്ളതാണ് ഈ സർവേ ഫലങ്ങൾ എന്നത് നമുക്കറിയാം. പലപ്പോഴും ഈ സർവേ ഫലങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഒരു ബന്ധവും ഉണ്ടാകാറില്ല എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. കാരണം 2 കോടിയിലധികം വോട്ടർമാർ ആണ് കേരളത്തിൽ ഉള്ളത്. അത്രയധികം വോട്ടർമാർ ഉള്ള സംസ്ഥാനത്ത് ഏതൊരു ഏജൻസി സർവേ നടത്തുമ്പോഴും സാമ്പിൾ ശേഖരിക്കുക എന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു പ്രവണത ഇതിലൂടെ വ്യക്തമാകില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ മാറുന്ന കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ എന്നതാണ്. അതായത് ഓരോ പ്രദേശത്തെയും ജനത എങ്ങനെ ചിന്തിക്കുന്നു, ആ ജനതയിൽ തന്നെ പ്രായമായവർ എങ്ങനെ ചിന്തിക്കുന്നു, യുവാക്കളുടെ താല്പര്യങ്ങൾ എന്താണ്, സ്ത്രീ സമൂഹത്തിന് വേണ്ടത് എന്താണ്, കന്നി വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്. ഇത്തരം ഡേറ്റകൾ സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനനുസൃതമായ PR വർക്കുകൾ അടക്കമാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ സർവേ ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. എന്നോടൊപ്പം TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇതിനോടകം തന്നെ നിരവധിയായ സർവേ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഓൺലൈൻ ട്രെൻഡ് കൂടിയുണ്ട്. അങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളടക്കം സർവേ നടത്തുന്നുണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങൾ സർവേ നടത്തുന്നുണ്ട്, വിവിധ ഏജൻസികൾ സർവേ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സർവേ ഫലങ്ങളിൽ ഒന്നും അങ്ങനെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നില്ല. ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന നിലയിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തുവിടുന്ന ഈ സർവേയും ആ സർവേ നടത്തിയ ഏജൻസിയും പൊതുവിൽ എന്താണ് പറയുന്നത്, എന്താണ് ഒരു ചിത്രം? സൈത്ത്, അഭിലാഷ് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പല രീതിയിൽ സർവേകൾ പല രീതിയിൽ അപഗ്രഥിക്കാറുണ്ട്. അതിൽ ഈ വോട്ട് വൈബ് ഇന്നലെ പുറത്തുവിട്ട സർവേ ഫലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാനത്ത് അതിസുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നതിന് ശേഷമുള്ള അതല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നടത്തിയ സർവേ എന്നതാണ്. അതായത് അതിൻ്റെ ഒരു പ്രതിഫലനം ഈ സർവേയിൽ കടന്നു വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ പ്രധാനപ്പെട്ട ചലനങ്ങളും വിവാദങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ട്രെൻഡ് ഈ സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തൽ നമുക്ക് പൊതുവെ, അതായത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. അതെ, കാരണം അത് ഒരുപക്ഷെ ഈ സർവേ ഫലത്തിന്റെ റിസൾട്ടിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വിഷയങ്ങളെ ഈ ജനങ്ങൾ അതിൽ പറഞ്ഞ അഭിപ്രായം സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി ചർച്ചകൾ കൂടി ആ തർക്കങ്ങൾ കൂടി ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. നമുക്കതിൻ്റെ ഒരുപക്ഷെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിലേക്ക് വരാമെന്ന് കരുതുന്നു. ഇതിൽ പ്രധാനമായും 8 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വോട്ട് വൈബ് ജനങ്ങളോട് ചോദിച്ചത്. ആ 8 ചോദ്യങ്ങളുടെ ഉത്തരമായിരുന്നു. അതായത് ഒന്ന്, ആരായിരിക്കണം നിലവിലുള്ള സർക്കാരിൻ്റെ പ്രകടനം, വരാൻ പോകുന്ന മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഏത് മുന്നണിക്ക് ഏറ്റവും അധികം വോട്ടുകൾ കിട്ടാം, ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി. പിന്നെ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനം സംബന്ധിച്ച ചോദ്യമുണ്ടായിരുന്നു. ഒന്ന്, നിലവിലെ MLA വീണ്ടും മത്സരിച്ചാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും, കേരളത്തിലെ BJPക്ക് വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്ത്, ഒപ്പം കോൺഗ്രസിൻ്റെ എന്ത് പ്രശ്നമാണ് നിങ്ങൾ വെല്ലുവിളിയായി കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്ന വിഷയമേത്, ഇങ്ങനെയുള്ള കടന്നുപോയ മേഖലകളാണ് ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടിരുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ്. ഇന്നലെ നമ്മൾ ഇത് ഡേറ്റകൾ വിശദമായി പരിശോധിക്കുകയും പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തതാണ്. എങ്കിൽ ഈ സർവേയുടെ ഫലം ഓരോ മുന്നണികൾക്കും നൽകുന്ന സൂചനകൾ എന്ത്, എന്തുകൊണ്ട് ഈ സർവേ ഫലം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നതാണ് ഇന്ന് സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സജിത്ത്, പൊതുവിലൊരു പ്രകടനം, പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഒരു പ്രകടന ചിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ മികച്ചത് എന്ന് ഏതാണ്ട് 32% പ്രേക്ഷകർ, അതായത് വോട്ടർമാർ, അതായത് കേരളത്തിലെ വോട്ടർമാരിൽ 1/3 ആളുകൾക്കും ഇടത് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വളരെ മികച്ച പ്രോഗ്രസ് റിപ്പോർട്ടാണ് നൽകുന്നത്. അതെ, ഇന്നലത്തെ ഈ സർവേ ഫലത്തിലെ ഏറ്റവും കൗതുകം വരുന്ന കാര്യവും അതുതന്നെയാണ്. കാരണം 5 വർഷത്തെ കഴിഞ്ഞ പ്രകടനം വിലയിരുത്തുമ്പോൾ വളരെ മികച്ചത് 32.8%, മികച്ചത് 7.3%. അതായത് ഏകദേശം 40% മുകളിൽ മികച്ചതും വളരെ മികച്ചതുമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ശരാശരിയുടെ ഒരു പകുതി എടുത്താൽ പോലും അത് 50%-ലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. അതായത് സർക്കാരിന് പാസ് മാർക്ക് നിർബന്ധമായും കിട്ടിയിട്ടുണ്ട് എന്ന സാഹചര്യമുണ്ട്. ഇതിൽ അഭിപ്രായമില്ലാത്തവർ 7.4% കൂടി ഉണ്ട് എന്നതാണ്. അതായത് ഈ സർവേയുടെ ഏതാണ്ട് ഈ ഒരു 3 ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിച്ചാൽ വളരെ മികച്ചത് 32, മികച്ചത് 7, ശരാശരി, അതായത് അതൃപ്തരല്ലാത്തവർ 50%-ന് മുകളിലാണ്. അതെ, അതായത് ഒരുപക്ഷെ ഈ
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇടതുമുന്നണി രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സർക്കാരോ പ്രകടനം മെച്ചപ്പെടുത്തിയിരിക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി ഈ സർവേ ഫലത്തിൽ പൊതുവിലുണ്ട്. അതാണ് 5 വർഷത്തെ പ്രകടനത്തിൽ ജനങ്ങൾ ഏറെക്കുറെ തൃപ്തിയായ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ കാരണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ നമ്മൾ വോട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ അഭിലാഷ് ഒരു കാര്യം കൂടി പരാമർശിച്ച് പോകാം. ഇതിൽ ഈ ഒരു കണക്കെടുപ്പിൽ രസകരമായ മറ്റൊരു കാര്യം കൂടി ഈ സർവേ നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, യങ്ങർ വോട്ടർമാർ, അതായത് 18-നും ഒപ്പം തന്നെ 24-നും വയസ്സിന് ഇടയിലുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് സർക്കാരിനോട് കൂടുതൽ താല്പര്യം വെച്ചിരിക്കുന്നത്. യുവാക്കളാണ്. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 35-നും 44-നും ഏജ് ഗ്രൂപ്പിനിടയിലുള്ളവരാണ് സർക്കാരിനോട് ഏറ്റവും താല്പര്യം കുറവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് പങ്കുവെച്ച ഒരു പൊതുവികാരമുണ്ട് ഇതിൽ. അതായത് സംസ്ഥാനത്തിന്റെ പുതിയ ട്രെൻഡ് അനുസരിച്ച് പുതു വോട്ടർമാരുടെ എണ്ണം കുറയുകയാണ്. പുതിയ വോട്ടർമാരെല്ലാം കേരളം വിട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ പോളിംഗ് കുറയുകയാണ്. അപ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ 35-44 ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം. കാരണം അവരാണ് നേരിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇടപെടുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയം കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതാവാം. പിന്നെ ഒരു കാര്യം കൂടി പ്രധാനമായി കടന്നു വരുന്ന ഒരു കാര്യം, ഈ യങ്ങർ വോട്ടർമാരുടെ എണ്ണം കുറയുന്നു എന്ന് പറയുമ്പോഴും നിലവിലുള്ള യങ്ങർ വോട്ടർമാർ കൂടുതലായും സർക്കാരിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ സമൂഹ മാധ്യമ പ്രചരണങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചിരിക്കാം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു വികസന നയമൊക്കെ ഒരുപക്ഷെ അവരെ ഇഷ്ടപ്പെട്ടിരിക്കാം. അതിൻ്റെ ഒരു പ്രകടനം കൂടി അതിൽ, അതായത് തോന്നുന്നത് സഹിത്ത് ഈ യങ്സ്റ്റേഴ്സിനെ, അതായത് യുവാക്കളെ പരിഗണിച്ചാൽ ഈ നേരത്തെ ഉള്ള വോട്ടർമാർ എന്നത് ഒരു ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അതാണല്ലോ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഓരോ പാർട്ടിയെയും സംബന്ധിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ പ്രകടനത്തിനനുസരിച്ച് അത് താമരയായാലും അരിവാളാണെങ്കിലും കൈപ്പത്തിയാണെങ്കിലും മാറി ചെയ്യാൻ യുവതലമുറയ്ക്ക് വലിയ പ്രയാസമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇതിൽ ഒരു വളരെ കൗതുകമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇപ്പോഴത്തെ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നഗര വോട്ടർമാരാണെന്നൊരു കണ്ടെത്തൽ കൂടി ഈ സർവേ നടത്തിയിട്ടുണ്ട്. അതായത് സാധാരണ ഇടതുപക്ഷ ആശയങ്ങളോട് വിമുഖത കാട്ടുന്നതാണ് നഗര വോട്ടർമാർ. റൂറൽ മേഖലയിലാണ് അവർക്ക് പിന്തുണ എന്നാണ് കണക്കുകൂട്ടുന്നത്. പക്ഷേ ഈ സർവേയിൽ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് റൂറൽ മേഖലയിലെ 50.9% ആളുകളും ഈ സർക്കാരിന് എതിരായ നിലപാടെടുക്കുന്നു. അതേസമയം അർബനിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന എന്ന സാഹചര്യമുണ്ട്. അതായത് സഹിത്ത് ഒരു പക്ഷേ ഈ സർക്കാർ ഈ PR പ്രചാരണം എന്ന് പൊതുവെ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷം. അപ്പോൾ പോലും സർക്കാർ ഉയർത്തി കാണിക്കുന്നത് തങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പ് മാത്രമാണ് സർക്കാർ നടത്തുന്നതെങ്കിൽ പോലും ഞങ്ങൾ 6000 കോടി രൂപ മുടക്കി, ഇതുവരെ അത് സാധ്യമായിരുന്നില്ലല്ലോ. സർക്കാർ ആശുപത്രികളിലേക്ക് നിങ്ങൾ ചെല്ലൂ, അവിടെ മനോഹരമായ കെട്ടിടങ്ങളുണ്ട്, ഓടിട്ട സർക്കാർ ആശുപത്രികൾ കാണാനില്ല. നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കൂ, സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൺമുന്നിൽ ചൂണ്ടിക്കാണിക്കാവുന്ന വികസനങ്ങൾ ആണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ അതായിരിക്കാമല്ലേ ഈ നഗര വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാവണം. അതിൽ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഈ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളിലെ ഒരു ഷിഫ്റ്റിന്റെ സൂചനയാണ്. കാരണം ലെഫ്റ്റിന് റൂറൽ മേഖലയിലാണല്ലോ കൂടുതൽ സ്വാധീനം നമ്മൾ പൊതുവിൽ കണ്ടുവന്നിരുന്നത്, ഗ്രാമീണ മേഖലയിൽ. അതിലൊരു ഷിഫ്റ്റ് എന്നതിലേക്ക് കൂടി ഒരു പക്ഷേ അത് പോയിരിക്കാം എന്ന് വേണം കരുതാൻ. ഈ ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏത് എന്നതൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ. അതിൽ ശ്രദ്ധിക്കുന്ന കണക്കാണ്. അതായത് നോക്കുക, ഈ സർക്കാരിന്റെ പ്രകടനം കഴിഞ്ഞ 5 വർഷം വലിയ രീതിയിലുള്ള പാസ് മാർക്ക് ഇവിടെ ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുള്ള മുന്നണി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കൂ, നെക്കാനൊക്കാണ്, ഇഞ്ചോടിഞ്ചാണ്. 41 അതായത് 0.6% മാത്രം വ്യത്യാസമാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സാഹചര്യം. അപ്പോഴും സഹിത്ത് എനിക്കതിലൊരു അഭിപ്രായം പറയാനുള്ളത്, LDFനെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലമായി അധികാരത്തിലിരിക്കുകയാണ്. അതായത് സാധാരണ 5 കൊല്ലമാകുമ്പോൾ ഉണ്ടാകേണ്ട ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഒരു മേൽക്കൈ എപ്പോഴും UDFന് നേടാൻ സാധിച്ചിട്ടില്ല. അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഒരു ഭരണവിരുദ്ധ വികാരം ആ രീതിയിൽ ഈ സർവേയിൽ പ്രതിഫലിച്ച് കണ്ടിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ രീതിയിൽ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അത് ഇടതുപക്ഷത്തിന്, ഈ രീതിയിലാണ് സർവേ ഫലം റിസൾട്ട് പുറത്തു വരുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ആശ്വാസം തന്നെയാണ്. കാരണം ഈ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫിഗർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് തീർച്ചയായും ഒരു ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഇതിൽ UDFനെ സംബന്ധിച്ച് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു ഘടകമുണ്ട്. മറ്റൊന്നുമല്ല, അവരുടെ ഏറ്റവും സങ്കീർണമായ തർക്കങ്ങൾ നടന്ന ഒരു ദിവസങ്ങളിൽ നടന്ന സർവേയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിനുശേഷം പ്രചരണ രംഗത്ത് കോൺഗ്രസ് കുതിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഇതിനെ തുടർന്നുള്ള സർവേ വന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.